ഹായ് കൂട്ടുകാരെ, എന്നാണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന പലഹാരങ്ങൾ കഴിക്കാമെങ്കിൽ ചായക്കടയിൽ തന്നെ പോകണം അല്ലേ? നമുക്കിന്നൊരു നാടൻ ചായപ്പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിന്ന് ഉണ്ടാക്കാം ചായക്കടയിലെ നാടൻ ഉള്ളിവട. ഇത് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ചായക്കട പലഹാരം കേട്ടോ. ഉള്ളിവട തയ്യാറാക്കാനായിട്ട് നമുക്ക് സവോളയാണ് വേണ്ടത്. ഞാനൊരു വലിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമുക്ക് ഉപ്പും വേണം, ഈസ്റ്റും വേണം. ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവോളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിരുമ്മിക്കൂട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റാണ്. പിന്നെ നമ്മുടെ വലിയ തരികളോടുള്ള ഈസ്റ്റാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈസ്റ്റ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ സവോളയിൽ ഓൾറെഡി കുറച്ചും കൂടെയൊക്കെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അറിയാം നമ്മുടെ മാവ് ഒരു കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു ചീനിച്ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ആദ്യം ഒരു ഉരുളകളാക്കിയിട്ട് ഇതുപോലെ നമുക്ക് തള്ളവിരൽ കൊണ്ട് ഹോളുണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് അറ്റ് എ ടൈം 2-3 ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു വശം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മുടെ ഉള്ളിവട കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറംഭാഗം നമുക്ക് കരിഞ്ഞും കിട്ടും, അകം വേഗത്തുമില്ല. പിന്നെ ചായക്കട ഉണ്ടാക്കുന്ന ഉള്ളിവട അതേ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ചേച്ചിയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉള്ളിവടയും ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഉള്ളിവട റെസിപ്പിയാണിത്. നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൻപുറത്തെ ചായക്കടകളിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ചായപലഹാരങ്ങൾക്കൊക്കെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജി അല്ലേ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഉള്ളിവട ഒന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിവട എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.